പ്രിയമുള്ളവരെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ടത് സംബന്ധമായി പല വ്യാഖ്യാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇടയിൽ നല്ല പിള്ള ചമഞ്ഞ് കീഴ്ജാതിക്കാരുടെ നേതാവാണ് എന്ന് അവകാശപ്പെട്ട് നടക്കുകയും അതേസമയം ഉള്ളിൽ മഹാവർഗീയ വിഷം ഒളിപ്പിച്ചു വെച്ച് അതിൻ്റെ പ്രായോഗികവൽക്കരണത്തിന് വേണ്ടി എവിടെയൊക്കെയാണോ അത് ചാരാൻ പറ്റുക അവിടെയൊക്കെ ചാരി കാര്യലാഭം കൊയ്യുന്ന, ബിസിനസ് കൊയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ശുദ്ധ വർഗീയവാദി അതിനെ വ്യാഖ്യാനിച്ചത് മുസ്ലിം പ്രീണനം കൊണ്ടാണ് LDFന് തകർച്ച സംഭവിച്ചത് എന്നാണ്. എന്താണ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി LDF ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയില്ല. പല പരിഗണനകളും മുസ്ലിങ്ങൾക്ക് കിട്ടുന്നു എന്ന് പച്ചക്കള്ളം പറയുന്ന സംഘപരിവാറിന് കേരളത്തിൽ ഒരു അടിത്തട്ട് ഒരുക്കി കൊടുക്കാൻ വേണ്ടി പ്രൊമോട്ടറായി വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന മനുഷ്യൻ. LDFന്റെ വക്കൽ നിന്ന് വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ നേടുകയും നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനമൊക്കെ ഇപ്പോഴും അലങ്കരിച്ചിരിക്കുകയും ചെയ്തുകൊണ്ട് ആ സ്ഥാനം നൽകിയ മുന്നണിയെ തന്നെ അദ്ദേഹം തള്ളിപ്പറയുന്ന അവസ്ഥയാണുള്ളത്. ആ മുന്നണിയുടെ കാഴ്ചപ്പാട് ശരിയല്ല എന്ന് ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹം ഒരു സംഘടനയുടെ വലിയ നേതാവാണ്. അഥവാ ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികളുടെ അവരുടെ ദർശനങ്ങളുടെ സംസ്ഥാപനത്തിന് വേണ്ടി രൂപീകരിച്ച സംഘടനയുടെ ഏറ്റവും വലിയ തലതൊട്ടപ്പനായ നേതാവാണ്. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് സംഘപരിവാർ എന്ന് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് ശക്തമായും എതിരായുള്ള ബ്രാഹ്മണ്യ മേധാവിത്വത്തിനെതിരെ പടനയിച്ച, ജാതി പറയരുത് എന്ന് പറഞ്ഞ് ജനങ്ങളെ എല്ലാവരെയും ഒരുപോലെ കാണണം, മനുഷ്യൻ നന്നായാൽ മതി എന്ന് മാത്രം സിദ്ധാന്തിച്ച അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഈ സമിതിയെ അദ്ദേഹത്തിന്റെ സംഘപരിവാറിന് ഒത്താശ ചെയ്യുന്ന, അവർക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു പദവിയാക്കി മാറ്റിയിരിക്കുകയാണ് ആ പ്രസ്ഥാനത്തിനെ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സർവ്വ വിഷയങ്ങളിലും മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രത്യേകിച്ച് വർഗീയമായിട്ടാണ് അദ്ദേഹത്തിന്റെ പഴയകാല നിലപാടുകൾ മുഴുവനും ഉള്ളത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, എന്താണിപ്പോൾ അദ്ദേഹം പറയുന്നത്? പൗരത്വ വിഷയത്തിലൊക്കെ LDF മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന രീതിയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിച്ചു എന്നുള്ളതാണ്. പൗരത്വം എന്ന് പറയുന്നത് ഒരു മുസ്ലിം പ്രശ്നമാണോ? അതിപ്പോഴും ഒരു ഗ്രഹപാഠം ചെയ്യാത്ത, വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടോ എന്തോ എന്നറിയില്ല, അദ്ദേഹത്തിന് ഇപ്പോഴും അത് തിരിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഭരണഘടനയെ തൊട്ടുകളിക്കുന്ന ഒരു വിഷയമാണ് അത് എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മതേതരവാദികളെല്ലാം ആ വിഷയം എടുത്തിടുകയും ആ വർഗീയ അജണ്ടയ്ക്കെതിരെ, സംഘപരിവാറിന്റെ പദ്ധതിക്കെതിരെ നീങ്ങുകയും ചെയ്തത്. അത് കേരളത്തിലെ മതേതര മനസ്സ് മുഴുവനും മാറി അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു മുസ്ലിം പ്രശ്നമാണെന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ കോൺഗ്രസ് അടക്കമുള്ള പലരും പലപ്പോഴും അവരുടെ പ്രസ്താവനകളിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് മുസ്ലിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന്. ഈ നിയമം ഇവിടെ നടപ്പിലാക്കിയാൽ മുസ്ലിങ്ങളെക്കാളും ആസാമിലൊക്കെ ആരാണ് അതിന്റെ പേരിൽ പീഡനം അനുഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു മുസ്ലിം പ്രശ്നമാക്കി ഇതിനെ ലഘൂകരിച്ച് അങ്ങനെ മുസ്ലിങ്ങൾക്ക് വർഗീയപരമായി മുസ്ലിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമായി പല കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ ആദ്യം ശ്രമിച്ചിരുന്നു. പിന്നീട് അവർ പോലും അതിനെതിരെ സമരങ്ങൾക്ക് പങ്കെടുക്കേണ്ടി വന്നു. LDF നടത്തുന്ന സമരങ്ങളെ അവര് മുസ്ലിം പ്രീണനമായി കാണുകയും ചെയ്തു. അവർ നടത്തുന്ന സമരങ്ങൾ വളരെ ശുദ്ധമായിട്ടും അവർ വ്യാഖ്യാനിച്ചു. അപ്പൊ അതിന്റെ ഒരു തുടർക്കഥ എന്നോണം ഇപ്പോൾ മുസ്ലിം വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗതി ഉണ്ടാകുന്നതിനോ മുസ്ലിങ്ങൾക്ക് ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ എപ്പോഴും അസ്വസ്ഥനാകുന്ന ഇദ്ദേഹം ത്വഗാഡിയന്മാരിവിടെ, ഈ രാജ്യത്തിന് ഭീഷണിയും ക്യാൻസറുമായ ത്വഗാഡിയ ഇവിടെ വന്നപ്പോൾ അവരുമായി ചർച്ച നടത്താനും അവരുമായി സംബന്ധം ഉണ്ടാക്കുവാനും ഒക്കെ മുന്നിട്ടിറങ്ങിയ ഡിയാൻ ഇപ്പോൾ ഉള്ളിൽ സംഖ്യ നിറച്ച മകനിലൂടെ സംഖ്യകളിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി, മാത്രമല്ല അദ്ദേഹത്തിന്റെ സംഘടന, അദ്ദേഹം ഉണ്ടാക്കിയ ഉദ്ഘാടനം ചെയ്ത കൊടം എന്ന ചിഹ്നം കൊടുത്ത ഒരു പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ മകൻ കൊണ്ടു നടക്കുന്ന
BJPക്കൊപ്പം അന്തിയുറങ്ങുന്ന ആ പാർട്ടിയുടെ മനസ്സ് തന്നെയാണ്, അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയാണല്ലോ അത്. ആ മനസ്സ് തന്നെയാണ് എങ്കിലും അദ്ദേഹം അതിൽ മെമ്പറല്ല എന്നാണ് ധരിക്കുന്നത്. എങ്കിലും പ്രത്യക്ഷമായി അദ്ദേഹം അതിലില്ല. അതൊരു പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ BJPയിലൂടെയും സംഘപരിവാറിലൂടെയും നടപ്പിലാക്കാൻ മകനെ ആ പാർട്ടിയുമായി അങ്ങോട്ട് വിട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സും അങ്ങനെ തന്നെയാണ്. അതേസമയം LDFന്റെ വക്കൽ നിന്നും UDFന്റെ വക്കൽ നിന്നും അധികാരങ്ങൾ മാറി മാറി വരുമ്പോൾ അവരുടെ ആളാണ് എന്ന് വരുത്തി തീർത്ത് സംഘപരിവാറിന്റെ ആളല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് മാറി മാറി മുന്നണികളെ പിന്തുണക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇത് തനി വഞ്ചനാപരമായി അദ്ദേഹം കാലാകാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ്. ഇതിന്റെയൊക്കെ ലക്ഷ്യം BJPയിലൂടെ അദ്ദേഹത്തിന്റെ മകനെ വളർത്തിയെടുക്കുക, സംഘപരിവാറിൽ അവിടെ ഒരു പിടിയുണ്ടാക്കുക, ഇവിടെ ഏത് സർക്കാർ ഭരിച്ചാലും അതിന്റെ പിൻസീറ്റ് ഡ്രൈവിങ്ങിനുള്ള ഒരു ശക്തി നേടിയെടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ബിസിനസ് സംരക്ഷിക്കുവാനും സ്ഥാപനം സംരക്ഷിക്കുവാനും അതിനുവേണ്ടിയുള്ള കുറുക്കുവഴികൾക്കും സാമ്പത്തിക സമാഹരണത്തിനും വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ഒരു രാഷ്ട്രീയ വഴിയാണത്. പക്ഷെ അതിനുവേണ്ടി ശ്രീനാരായണ ഗുരുവിന്റെ ആ സംഘത്തിനെ അദ്ദേഹം ദുരുപയോഗം ചെയ്യുന്നു എന്നതും അത് അദ്ദേഹത്തിന്റെ അണികളെന്ന് പറയപ്പെടുന്ന ഈഴവ സമുദായം, ഹിന്ദുക്കളിൽപ്പെട്ട ഈഴവ സമുദായത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നത്. അതാണ് വളരെ ദുഃഖകരമായി ഇപ്പോൾ നിലവിലുള്ളത്. ഇദ്ദേഹം ഇപ്പോൾ പറയുന്നു പല വിഷയങ്ങളിലും മുസ്ലിങ്ങൾ അനധികൃതമായി നേടിയെന്നാണ്. അതിന്റെ ഇടക്കാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ശേഷമാണ് ഇപ്പൊ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്നത്. ആ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് UDFൽ നിന്ന് ഒരാളും LDFൽ നിന്ന് 2 ആളുമാണ് പോകേണ്ടത്. ആ കണക്കിൽ LDFൽ നിന്ന് പോകുന്നതിൽ ഒരു മുസ്ലിം നാമധാരിയായ ഒരു മനുഷ്യനുണ്ട്. ഏതായാലും അവർക്ക് നാമുണ്ടായാൽ മതി മുസ്ലിമിന്റെ. ഇസ്ലാമോ മറ്റൊക്കെ ജീവിതത്തിലുണ്ടോ എന്നൊന്നും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ രാജ്യസഭയിലേക്ക് ലീഗിന്റെ ഒരു MP ഉണ്ട്. ഇങ്ങനെ 2 മുസ്ലിങ്ങൾ, ആകെ 3 പേർക്കാണ് ഒരു ടൈമിൽ അവസരം ഉണ്ടാവുക. അതിൽ കേരളത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട 2 പേര് മുസ്ലിങ്ങളായി, ഒരാൾ ന്യൂനപക്ഷത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരാളുമായി. ഇതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ഇതെന്താണ് ചൊടിപ്പിക്കാനുള്ളത്? രാജ്യസഭയിലേക്ക് ഓരോ പാർട്ടികളും തീരുമാനിക്കുന്ന ആളുകളെയാണ് നോമിനേറ്റ് ചെയ്യുക. ഇവിടെ LDFൽ നിന്നാണെങ്കിലും UDFൽ നിന്നാണെങ്കിലും മുസ്ലിങ്ങളെ എത്ര പേരെയാണ് സാധാരണ പരിഗണിക്കാറുള്ളത്? ലീഗ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് എന്ന നിലക്ക് ലീഗിൽ മന്ത്രിമാരുണ്ടാകുമ്പോൾ പിന്നെ ലീഗിന് അത്ര മന്ത്രിമാരുണ്ടായതുകൊണ്ട് കോൺഗ്രസിന് അത്ര മന്ത്രിമാരെ കൊടുക്കണ്ടെന്നാണ് സാധാരണ അവരെന്നെ പറയാറുള്ളത്. അപ്പോൾ ആനുപാതികമായി ഓരോ പാർട്ടിയിലുമുള്ള ആളുകൾ അവർക്കുള്ള നേതാക്കന്മാരെ രാജ്യസഭയിലേക്ക് അയക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുമ്പോൾ ഇതിന് ഈ മതം ചേർത്തിക്കൊണ്ട് കാണുന്നത് ഇദ്ദേഹത്തിന്റെ വർഗീയ കണ്ണുകൊണ്ട് മാത്രമാണ്. വർഗീയ കണ്ണുണ്ടായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ അദ്ദേഹത്തിലേക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ അനർഹമായ പലതും നേടി എന്നാണ് ഇതിന്റെ മറവിൽ പറയുന്നത്. എന്നാൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ജയിച്ചുപോയ, ലോക്സഭയിലേക്ക് ജയിച്ചുപോയ സ്ഥാനാർത്ഥികളുണ്ടല്ലോ, അവരെ ഒന്ന് അവർ പരിശോധിച്ച് നോക്കട്ടെ. എത്ര പേരാണ് മുസ്ലിങ്ങളുള്ളത്? മുസ്ലിങ്ങൾ ഈ കേരളത്തിൽ തന്നെ നല്ലൊരു ശതമാനം, 1 കോടിയിലടുത്ത് മുസ്ലിങ്ങളുണ്ട്. 3 ചില്ലാനും കോടിയാണ് ജനങ്ങളെങ്കിൽ അതിൽ 1/3 മുസ്ലിങ്ങളാണ്. അപ്പൊ ഇവിടെ നിന്ന് പോകുന്ന MP-മാരിൽ 1/3 മുസ്ലിങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ പാർലമെന്റിലേക്ക് എത്ര MP-മാരാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്? ലീഗിന്റെ 2 MP-മാരടക്കം കോൺഗ്രസിന്റെ ഒരു മുസ്ലിം പേരുള്ള MP അടക്കം 3 പേര് മാത്രമാണ് പോയിട്ടുള്ളത്. 20-ൽ എത്ര ശതമാനമാണ് 3 എന്നുള്ളത് കണക്കറിയാത്ത നടേശനിക്കും അതുപോലെ തന്നെ അതിനെ പിന്തുണക്കുന്ന സംഘപരിവാറിനും അതിന് ഓശാന പാടുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും ഒന്ന് കണക്ക് പഠിക്കണമെന്നാണ് നമുക്ക് സാന്ദർഭികമായി പറയാനുള്ളത്. അത് കണക്കിലെടുക്കുമ്പോൾ മുസ്ലിങ്ങളെ അത്രയൊന്നും പ്രാതിനിധ്യമില്ലാത്ത ക്രിസ്ത്യാനികൾ 5 പേര് പോയിട്ടുണ്ട്. അതിലൊന്നും അദ്ദേഹത്തിന് കുണ്ഠിതമില്ല. കാരണം അവരുമായി അദ്ദേഹം ടൈപ്പിലാണ്. ക്രിസ്ത്യാനികൾ എല്ലാവരെയും നമ്മൾ പറയുന്നില്ല. അതിൽപ്പെട്ട ക്രിസംഖികൾക്കാണ് ഇപ്പോൾ വളരെ ഊർജ്ജമുള്ളത്. ആ ക്രിസംഖികളെല്ലാം ഈ നയത്തിലുള്ളവരാണ്. എന്നുവെച്ചാൽ അവർ ക്രിസംഖികൾ എന്നറിയപ്പെടുന്നതല്ലാതെ അവർ രഹസ്യമായി BJPയുടെ പ്രൊമോട്ടർമാരാണ്. അതാണ് നമ്മൾ തൃശ്ശൂരിലും മറ്റുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ അനധികൃതമായി മുസ്ലിങ്ങൾ പലതും നേടി എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ മുസ്ലിങ്ങളാണ് ഒന്നും നേടാത്തവരെന്ന് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ എല്ലാവർക്കും കണ്ടെത്താൻ കഴിയും. ഈ മന്ത്രിമാരുടെ കൂട്ടത്തിലും മറ്റുമൊക്കെ അർഹമായത് മുസ്ലിങ്ങൾക്ക് ഒരു കാലത്തും കിട്ടിയിട്ടില്ല. 3 മുസ്ലിം ലോകസഭയിലേക്ക് പോയെങ്കിൽ
ബ്രാഹ്മണ്യത്തിന്റെ ആളുകളാകുന്ന 7 പേര് ഇവിടെ നിന്ന് എംപിമാരായി പോയിട്ടുണ്ട്. അതിലൊന്നും ഇപ്പോൾ അദ്ദേഹത്തിന് പരാതി ഉണ്ടാവില്ല. കാരണം ആ പോയവരൊക്കെ സവർണ മേധാവിത്വത്തിന്റെ ആളുകളാണ്. അവർ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഈ സംഘപരിവാറിന്റെ അംഗങ്ങളാകാനുള്ളവരാണ് എന്ന് സമാധാനിച്ചത് കൊണ്ടാകാം. അതുപോലെ ക്രിസ്ത്യാനികളിൽ നിന്ന് 5 പേര് പോയിട്ടുണ്ട്. ഈഴവന്മാരിൽ നിന്ന് 2 പേര് പോയിട്ടുണ്ട്. ആ കണക്കും ഈ ബ്രാഹ്മണന്മാരിൽ നിന്ന് പോയ കണക്കും വെച്ചുകൊണ്ടാണ് അദ്ദേഹം താരതമ്യപ്പെടുത്തേണ്ടത്. പക്ഷെ മുസ്ലിങ്ങളുടെ എണ്ണത്തിലേക്ക് നോക്കിയിട്ടാണ് അദ്ദേഹം ഈ താരതമ്യം നടത്തുന്നത്. ഇവിടെ അധികാരത്തിൽ മുസ്ലിങ്ങൾ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ അർഹമായതിന്റെ പകുതി പോലും മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലും കേരളത്തിലും എവിടെയും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, സംഘപരിവാറിന്റെ വർഗീയ വിഷം ബാധിച്ച AK ആന്റണി എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ നയം ആദ്യമായി ഇവിടെ കൊണ്ടുവന്നത്. സമാധാന അന്തരീക്ഷത്തിലുള്ള കേരളീയ ജനങ്ങളുടെ ഉള്ളിൽ വിഷം വിതക്കാൻ വേണ്ടി AK ആന്റണി എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങൾ ഇവിടെ അനധികൃതമായി പലതും നേടിയിട്ടുണ്ട് എന്ന്. എന്താണ് നേടിയത് എന്ന് വിശദീകരിക്കാനുള്ള ആണത്തം അന്ന് മുതൽ ഇന്ന് വരെയും ആ ക്രിസംഖ്യ ആശയം മനസ്സിൽ സൂക്ഷിക്കുന്ന അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. രാജ്യസഭയിലും ലോകസഭയിലേക്കും കഴിഞ്ഞ കാലത്ത് പോയ മുസ്ലിങ്ങളുടെ കണക്കെടുത്താൽ അവരുടെ ആനുപാതികമായ ഒരു പ്രാതിനിധ്യം ഇതുവരെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് കണക്ക് അവതരിപ്പിക്കാൻ നടേശനും അവരെ പിന്താങ്ങുന്ന സംഘപരിവാറിന്റെ ആളുകളും ഒക്കെ രംഗത്ത് വരട്ടെ. ക്രിസ്ത്യാനികളും മറ്റുമൊക്കെ പല രീതിയിലും നേടിയെങ്കിലും അവിടെ നിന്നും നേടാത്തവർ മുസ്ലിങ്ങളാണ്. ഇനി അധികാര സ്ഥാനങ്ങളിൽ സർക്കാർ ഉദ്യോഗങ്ങളിൽ നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ 27% മുസ്ലിങ്ങൾ കേരളത്തിലുള്ളത്. ആ മുസ്ലിങ്ങളിൽ നിന്ന് സർക്കാർ സർവീസിലുള്ളത് 11.4% മാത്രമാണ്. 27% മുസ്ലിങ്ങൾക്ക് 11.4 എന്ന് പറഞ്ഞാൽ അത് 2.5 വിഹിതത്തിലും താഴെയാണ്. പകുതി എന്ന് വെച്ചാലും ഒരു 30% അടുത്ത് മാത്രമേ ആവുകയുള്ളൂ. 30-35% അടുത്ത്. അതേസമയം 22% കേരളത്തിൽ ഈഴവരുള്ളത്. 22%. ആ ശതമാനത്തിന് ഇവിടെയുള്ള സർക്കാർ പ്രാതിനിധ്യം, സർവീസ് പ്രാതിനിധ്യം 22.7 എന്ന് വെച്ചാൽ 100%-ലും ഏറെ. 22% ഉള്ളവർക്ക് സർക്കാർ ഉദ്യോഗം 22.7. 27% മുസ്ലിങ്ങൾക്ക് 11.4. എങ്ങനെയുണ്ട് കണക്ക്? അനർഹമായത് ആരാണ് നേടിയിട്ടുള്ളത്? മറ്റു കണക്കും അങ്ങനെ തന്നെയാണ്. 18.3% ക്രിസ്ത്യാനികൾക്ക് 20.6 എന്നുവെച്ചാൽ 110%. അതുപോലെ നായർമാർ 12.5% ഈ ബ്രാഹ്മണ്യവർഗമാവുന്ന നായന്മാരൊക്കെ ഉള്ളത്. ആ 12% നായന്മാർ ഇവിടെ സർവീസിലുള്ളത് 21% എന്ന് വെച്ചാൽ 200%. മുസ്ലിങ്ങളോ 30-35%. ഇവിടെ എന്താണ് മുസ്ലിങ്ങൾ അനധികൃതമായി നേടിയത് എന്ന് പറയുന്നവർ ഒരു സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ ആരുമായി സംവാദം നടത്താൻ തയ്യാറാണെന്ന് ഇവിടെ അറിയിക്കുകയാണ്. നടേശനോ ആ നയമുള്ള ആരോ ഏത് മുന്നണിയിൽപ്പെട്ട ആളുകളാണ് എങ്കിൽ അവരൊക്കെ. പിന്നെ LDF മുസ്ലിങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ഈ LDFിലൂടെ 100 സീറ്റിൽ ജയിച്ച MLA-മാരിൽ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട്? സാധാരണ MP-മാരായി അവരിൽ നിന്ന് ആരെങ്കിലും ജയിക്കുന്ന കാലത്ത് തന്നെ മുസ്ലിങ്ങളായി എത്ര പേര് ജയിക്കാറുണ്ട്? അതൊന്നും വിലയിരുത്താതെ തനി അസംബന്ധങ്ങൾ വിളമ്പി നമ്മുടെ കേരളത്തിലെ മതകീയമായ ആ ഐക്യത്തിനെ തകർക്കാനാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വലിയ വർഗീയവാദി മതേതരവാദിയുടെ കുപ്പായം ഇട്ടുകൊണ്ട് ക്രിസംഖികൾക്കും സംഘികൾക്കുമെല്ലാം ദാസ്യവേല ചെയ്ത് അവരുടെ ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്താൻ അവരുദ്ദേശിക്കുന്ന രീതിയിൽ രാജ്യത്തെ എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം സമുദായം അവഗണിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും മത്സരിച്ച മുൻ MP ആരിഫിനെ ഇപ്പോൾ അദ്ദേഹത്തിന് കണ്ടുകൂടാ. മുമ്പ് അദ്ദേഹം പിന്തുണച്ചു എന്നാണ്. ഇപ്പോൾ ആരിഫിനുള്ള ന്യൂനത എന്താണ്? ആലപ്പുഴയുടെ കഥ പറയുമ്പോൾ BJPക്ക് ലോകസഭയിൽ ഒരു സീറ്റ് നേടിക്കൊടുക്കാൻ, അഥവാ ലോകസഭാ സീറ്റിനേക്കാളും 2.5 ഡബിൾ പവറുള്ള സീറ്റാണ് രാജ്യസഭാ സീറ്റ്. ഈ സാഹചര്യത്തിൽ പ്രത്യേകം അതിന് വിലയുണ്ട്. കാരണം BJPക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടാൻ 4 സീറ്റിന്റെ കുറവാണുള്ളത്. ഒരു സീറ്റ് അവിടെ കിട്ടി. അത് നേടിക്കൊടുക്കാൻ മത്സരിച്ച KC വേണുഗോപാലിന്
എല്ലാ പിന്തുണയും കൊടുത്ത മുസ്ലിങ്ങളടക്കമുള്ള ആലപ്പുഴയിലെ മതേതരവാദികൾ വലിയ പാതകമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. മറ്റുള്ളവർക്ക് കോൺഗ്രസ്സുകാരെ പിന്തുണച്ചാലും ഒരു കുഴപ്പമുള്ളതായി നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും BJP ഒന്ന് അധികാരത്തിൽ നിന്ന് തെറിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ 2.5 കൊടുത്തുകൊണ്ട് 1 വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് എന്നല്ല മതേതരത്വത്തിന് തന്നെ നഷ്ടമുണ്ടാക്കുന്ന പണിയാണ് കോൺഗ്രസ് പാർട്ടി ആലപ്പുഴയിൽ ചെയ്തത്. അവിടുത്തെ മതേതരവാദികൾ ചരിത്രവും കർത്തവ്യവും മറന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് കാരണമായി വർത്തിച്ച എല്ലാ ആളുകളും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ LDFന്റെ പരാജയം ന്യൂനപക്ഷ പ്രീണനമാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ വിഷയം വരുമ്പോൾ ഇനി LDF എന്നല്ല UDF എന്നല്ല ആരും അത് ഉയർത്തി കാണിക്കരുത്, അവരെ തൊട്ടാൽ പൊള്ളും, അവരെ തൊട്ടാൽ പരാജയപ്പെടും എന്നുള്ള ഒരു വാണിംഗ് ആണ് ഈ വർഗീയവാദി പരസ്യമായി പറയുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിലുമൊക്കെ ഓരോ ടേമിൽ 3 പേരാണ് രാജ്യസഭയിലേക്ക് പോകൽ. അപ്പൊ അതിന് ആനുപാതികമായി പലപ്പോഴും ഒരു മുസ്ലിം പ്രതിനിധി പോലും ഉണ്ടാവാറില്ല. ഇപ്പോൾ ടേമിൽ 2 മുസ്ലിം പ്രതിനിധികൾ ഉണ്ടായി. വേറെ ആരാ കേരളത്തിൽ നിന്ന് വേറെ മുസ്ലിങ്ങളായിട്ടുള്ളത് പ്രതിനിധികൾ? ഒരാളെ പ്രതിനിധി ലീഗിന്റെ ഒരു പ്രതിനിധി ഉണ്ട്, അദ്ദേഹത്തിന്റെ കാലാവധി കഴിയാറായി. ഇതൊന്നും ചിന്തിക്കാതെ മൊത്തത്തിൽ എവിടെങ്കിലും കിട്ടുന്നതൊക്കെ വെച്ച് കാച്ചിക്കൊണ്ട് മുസ്ലിങ്ങൾ ഇവിടെ വലതും നേടുന്നു എന്ന് പറയുന്ന ഈ ഇരട്ടത്താപ്പ് നയം ഈ വർഗീയവാദികളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണം വോട്ടിങ്ങിലൂടെ തന്നെ മതേതരവാദികൾ ഈഴവർ നൽകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ നേരിട്ട് BJP ഇറങ്ങി പ്രവർത്തിച്ചാൽ അവർക്ക് അണികളെ കിട്ടില്ല എന്ന് BJPക്ക് അറിയാം. അപ്പോൾ ഒരു പ്രൊമോട്ടറെയാണ് കേരളത്തിൽ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പ്രൊമോട്ടർ സംഘ്യരാഷ്ട്രീയത്തിന് എതിരായിട്ട് ഉണ്ടാക്കിയ ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ തലവനാണ്. അപ്പൊ അദ്ദേഹത്തിനെ തന്നെ പിടിച്ചാൽ പിന്നെ ആ സമൂഹത്തെ ഒന്നായിട്ട് കിട്ടുമെന്ന് BJP മനസ്സിലാക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കത് വിജയിപ്പിക്കാൻ കഴിയുകയും ചെയ്തു എന്നാണ് തോന്നുന്നത്. കാരണം 11 സീറ്റിലോളം നിയമസഭയിൽ BJP മുന്നിലെത്തിയിട്ടുണ്ട്. 6-7 സീറ്റിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇവരെ കൂട്ടുപിടിച്ചതുകൊണ്ടുള്ള നേട്ടം തന്നെയാണ്. അതിന് നിന്നുകൊടുക്കാൻ പറ്റുന്ന സംഘപരിവാറിനെതിരെയുള്ള ഒരു ആശയം രൂപീകരിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ആശയത്തിന് എതിരായിട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം ആ അണികളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത ഈ നടേശന്റെ ഈ പക്വമല്ലാത്ത അദ്ദേഹത്തിന്റെ സാമ്രാജ്യ വികസനത്തിന് വേണ്ടി ചെയ്ത മറ്റുള്ളവരെല്ലാം അതിന് ബലിയാടാക്കിയ ഒരു സാഹചര്യമാണ് ഇതിൽ നമ്മൾ കാണുന്നത്. അങ്ങനത്തെ ആളെയാണ് നവോത്ഥാന സമിതിയുടെ ചെയർമാനായി ഇന്നും LDF വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് LDFനും ഒന്ന് വീണ്ടും വിചാരം നടത്താവുന്നതാണ്. ഇദ്ദേഹത്തിന്റെ വർഗീയ പ്രീണന കാഴ്ചപ്പാടുകൾ ഇപ്പോൾ തുടങ്ങിയതല്ല. 2015 കോഴിക്കോട് മാൻഹോളിൽ ഒരു മുസ്ലിം കുടുങ്ങി മരണപ്പെട്ട് ദാരുണമായി അദ്ദേഹത്തിന്റെ സഹായികളില്ലാത്ത കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി ഒരു സഹായം സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ഈ LDF അല്ല ഭരിക്കുന്നത്, ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്, കോൺഗ്രസ് പ്രസിഡന്റ് അന്ന് സുധീരനാണ്. അന്ന് ആ പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ മുസ്ലിം ആയാലേ രക്ഷയുള്ളൂ എന്ന് ഈ വർഗീയവാദി അന്ന് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ അവിടെ മതം നോക്കിയിട്ട് അവനെ സംരക്ഷിക്കുന്നവന്റെ മതം നോക്കിയിട്ട് വിലയിരുത്തുന്ന ഇദ്ദേഹത്തിനെ പോലെയുള്ള വിഷം തീണ്ടിയ ഈ കാപട്യം തിരിച്ചറിയാൻ ഈഴവര് തയ്യാറാവണമെന്നാണ് നമുക്ക് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. അതുപോലെ LDF ഇവിടെ മുസ്ലിം പ്രീണനത്തിന് വേണ്ടിയാണ് ഇവിടെ പൗരത്വ വിഷയത്തിലും മറ്റുമൊക്കെ ഇടപെട്ടതെന്ന് മതേതരവാദികൾ മനസ്സിലാക്കുന്നില്ല. അതൊരു ഭരണഘടനാപരമായ ഭേദഗതിയുടെയും നിരാകരണത്തിന്റെയും പ്രശ്നമായതുകൊണ്ടാണ് അവർ ഇടപെട്ടത് എന്ന് അവർ പറയാറുണ്ട്. നമുക്കത് മനസ്സിലായതുമാണ്. അതുപോലെ രാജ്യത്തുണ്ടാകുന്ന മറ്റ് സംഭവങ്ങളോടും അവരുടെ പ്രതികരണം അങ്ങനെ തന്നെയാണ്. മണിപ്പൂരിൽ ഉണ്ടായ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായ നീക്കത്തിനെതിരെയും അവർ ക്രിസ്ത്യാനികൾക്കൊപ്പമായിരുന്നു LDF. അത് എന്തുകൊണ്ടാണ്? ഭരണഘടനാപരമായ ഒരു പ്രശ്നം എന്ന നിലക്കാണ് അവർ നിന്നത്, അല്ല ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുക എന്ന നിലക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ക്രിസ്ത്യാനികൾക്കെതിരെ സംഘപരിവാറിന്റെ പക്കൽ നിന്ന് ഭീഷണിയുണ്ട്, അത് അനുഭവത്തിലുള്ളവരാണ്. പക്ഷേ കേരളത്തിൽ അവരുടെ ഭീഷണി ഇതുവരെയും ഏശിയിട്ടില്ല. അത് ഏശുമ്പോൾ മാത്രമേ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ എന്നാണ് നമുക്ക് ഇവിടെ ബോധ്യപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ
എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്നുള്ള ഒരു ശബ്ദം ഇവിടെ ഉയരാൻ പാടില്ല എന്നാണ് ഈ വർഗീയവാദിയുടെ, എന്ന് വെച്ചാൽ സംഘപരിവാറിന്റെ പ്രൊമോട്ടറുടെ നയം. അത് BJP ഉന്നയിച്ചാൽ അത് മുസ്ലിം വിരുദ്ധമാണെന്ന് പറയും എന്ന് പേടിച്ച് ഇദ്ദേഹത്തിലൂടെ പറയിപ്പിച്ചുകൊണ്ട് ഹൈന്ദവരെ അഥവാ അതിൽപ്പെട്ട കീഴ്ജാതിക്കാരെ ഒരു വോട്ട് ബാങ്കിന്റെ ആളുകളാക്കി മാറ്റുക എന്ന ഏറ്റവും ജുഗുപ്സാപഹമായ ശ്രമത്തിനാണ് BJP നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെ ചട്ടുകമാക്കി ഇദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. ഇദ്ദേഹമൊക്കെ ഈ സവർണ മേധാവിത്വത്തിനെതിരെ രൂപപ്പെടേണ്ട ഈ പിന്നോക്ക മുന്നണിയുടെ മേധാവിയായി മാറേണ്ടതിന് പകരം ഈ പറയപ്പെട്ട സംഘപരിവാറിനും ബ്രാഹ്മണ്യത്തിനും നേതൃത്വം നൽകുന്ന സംഘപരിവാറിന് വേണ്ടി അനുകൂലമായി നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് ശ്രീനാരായണീയ ദർശനങ്ങൾക്കും തത്വങ്ങൾക്കും എതിരാണ് എന്ന് കൂടുതൽ ചിന്തിക്കാതെ തന്നെ നമുക്കറിയാൻ കഴിയും. ഇവിടെ അനധികൃതമായി മുസ്ലിങ്ങൾ കേരളത്തിലല്ല രാജ്യത്ത് എവിടെയും ഒന്നും നേടിയിട്ടില്ല. 20 കോടിയോളം ജനങ്ങളുണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ. ആ 20 കോടിയിൽ എത്ര ആളുകളാണെന്ന് മന്ത്രിമാരായിട്ടുള്ളത്? ഒരു കുട്ടി പോലും BJPയുടെ സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിട്ടില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ജയിപ്പിച്ചാലല്ലേ മന്ത്രിയാവുക? എവിടെയാണ് ജയിപ്പിക്കല്? അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ നൽകിയിട്ട് ജയിപ്പിക്കണമല്ലോ. അബ്ബാസ് നഖവിനൊക്കെ മുമ്പ് ജയിപ്പിച്ചിരുന്നല്ലോ. ആക്കെന്തേപ്പം മാറ്റിവെച്ചത്? ആർക്കും വേണ്ടാത്ത ഒരു സ്ഥാനാർത്ഥിയെ മലപ്പുറത്ത് ഇട്ടു. അങ്ങനെ അദ്ദേഹത്തെ ജയിപ്പിക്കാത്തതിലുള്ള പ്രതിഷേധമാണ്. അദ്ദേഹത്തെ ജയിപ്പിച്ച മന്ത്രിയാക്കുമല്ല എന്നാണ് അവരുടെ നയം. അപ്പോൾ 15 സംസ്ഥാനങ്ങളിൽ മുസ്ലിം മന്ത്രിമാർ പോലും ഇപ്പോഴില്ല. 20 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ 15 സംസ്ഥാനങ്ങളിൽ ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ല. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുമ്പോഴാണ് മുസ്ലിങ്ങൾ എന്തൊക്കെയോ നേടിയെന്ന് ഈ വർഗീയവാദി പറയുന്നത്. അതുപോലെ രാജ്യത്ത് വരുന്ന ഓരോ നിയമങ്ങളിലും മുസ്ലിങ്ങൾക്കുള്ള ആനുകൂല്യം നഷ്ടപ്പെടുന്നു എന്നല്ലാതെ ഒന്നും വകവെച്ച് കിട്ടുന്നില്ല. അനധികൃതമായിട്ട് ഒന്നും നേടുന്നില്ല, അർഹമായത് നേടുന്നില്ല, സർവീസിൽ നേടുന്നില്ല. സാമ്പത്തിക സംവരണം വന്നപ്പോൾ ഇവിടെ കിട്ടുന്ന ആനുകൂല്യം തന്നെ അട്ടിമറിച്ചുകൊണ്ട് അത് പലർക്കും വിഹിതം വെക്കാനുള്ള സംവിധാനമാക്കി മാറ്റുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇവിടെ ഈഴവരാണ് ഉണർന്ന് ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയ മതവിദ്വേഷം പുലർത്തരുത് എന്നും ജാതി നോക്കരുത് എന്നും പറഞ്ഞ, തൊട്ടുകൂടായ്മക്കെതിരെയും തീണ്ടിക്കൂടായ്മക്കെതിരെയും സമരം നയിച്ച, മനുഷ്യരെല്ലാവരും സാഹോദര്യത്തിൽ ഒരുപോലെ കാണണമെന്നും സമത്വവാദം ഉണ്ടാവണമെന്നും സിദ്ധാന്തിച്ച ആ ഗുരുവിന്റെ ആശയങ്ങളെ ബലി കൊടുക്കുന്ന, അതിനെ അറുവല ചെയ്യുന്ന ഈ നടേശന്റെ കൂടെ നിങ്ങൾ നിന്ന് അദ്ദേഹത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് വോട്ടും മറ്റൊക്കെ ചെയ്താൽ ഭാവിയിൽ നിങ്ങൾക്കും ഈ ബ്രാഹ്മണ്യത്തിന്റെ വലയിൽ കെട്ടുകൊണ്ട് നരകിക്കേണ്ടി വരുമെന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയാൻ വൈകിപ്പോകരുത്. കാരണം അത്തരത്തിലുള്ള സമരങ്ങളാണ് അരുവിപ്പുറം, കണ്ണാടി പ്രതിഷ്ഠ എന്നിവയിലൂടൊക്കെ ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുള്ളത്. ജാതീയതക്കെതിരെയാണ് അദ്ദേഹം നിന്നത്. ആ ജാതീയതയാണ് ഇന്ന് സംഘപരിവാർ പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ ശ്രീനാരായണ ഗുരുവിന്റെ ആശയത്തിന്റെ തനി ആന്റി ആശയമാണ് സംഘപരിവാർ പുലർത്തുന്നത്. അതൊരിക്കലും ഈഴവർക്ക് പുൽകാൻ പറ്റിയതല്ല. ഇന്ന് താൽക്കാലികമായി എന്തെങ്കിലും അപ്പക്കഷ്ടങ്ങൾ തന്നിട്ട് നിങ്ങളെ വശീകരിക്കുന്നുണ്ടെങ്കിൽ നാളെ അത് നിങ്ങളെ പീഡിപ്പിക്കുവാനും വറവ് ചട്ടിയിലേക്ക് എറിയാനുമുള്ള ഒരു പാസ് നൽകലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ പിന്നോക്ക കൂട്ടായ്മകൾ പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അത് ഭീഷണിയാകുന്നത് BJPക്കാണ്, ദേശീയ തലത്തിൽ പ്രത്യേകിച്ച്. അത് തകർക്കാൻ വേണ്ടി കേരളത്തിൽ തന്നെയുള്ള ഒരു മീർ ജാഫർ, അതിനെയായിട്ടാണ് ഈ വർഗീയവാദിയെ BJP എഴുന്നള്ളിച്ചിട്ടുള്ളത്. അവിടെ ബിന്ദ്രൻവാൽ ഉണ്ടായിരുന്നല്ലോ പഞ്ചാബിൽ. കേരളത്തിൽ അതുപോലെ മൈസൂരിലൊക്കെ മുമ്പ് മീർ ജാഫറും ചേക്കുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, വഞ്ചകന്മാരായി ഒപ്പം നിന്നവർ. അപ്പൊ അതുപോലെയുള്ള ഒരു സമീപനത്തിന്റെ ആളായിട്ടാണ് ഇദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ബ്രാഹ്മണ മേധാവിത്വം അരക്കെട്ടുറപ്പിക്കുവാൻ അദ്ദേഹം ഈഴവനാണെങ്കിലും അദ്ദേഹത്തിന് കിട്ടേണ്ടത് കിട്ടാൻ മതിയല്ലോ. അണികൾ എന്ത് കഷ്ടപ്പെട്ടാലും പ്രശ്നമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ബോധമില്ലാത്ത നേതാക്കളുടെ പിന്നിൽ അണിനിരന്ന് അവര് തൊളിക്കുന്നിടത്തേക്ക് നാം നീങ്ങിപ്പോയാൽ നമുക്ക് ഭാവി നഷ്ടപ്പെടുമെന്ന് ഈഴവർ ചിന്തിക്കണം എന്ന് പ്രത്യേകം ഇവിടെ ഉണർത്തുകയാണ്. ഇവര് ഈ ന്യൂനപക്ഷമാകുന്ന ബ്രാഹ്മണന്മാരുടെ കീഴിൽ ഭൂരിപക്ഷമാകുന്ന ഈഴവർ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ ലീഗിലെ ഒരു ബ്രാഹ്മണ്യ മേധാവിത്വം പോലെ. ലീഗിലെ വഹാബികളാണ് അവിടുത്തെ ബ്രാഹ്മണര്.
അത് ന്യൂനപക്ഷമാണ്. ആ ബ്രാഹ്മണർക്ക് അടിമപ്പെട്ടുകൊണ്ട് ഭൂരിപക്ഷമാകുന്ന സുന്നികൾ നിൽക്കണം എന്ന രീതിയിലാണ് ലീഗിന്റെ MLA-മാരെയും MP-മാരെയൊക്കെ സെലക്ട് ചെയ്യൽ. ഇപ്പോൾ സെലക്ട് ചെയ്തുള്ള രണ്ടുപേരും ആ ബ്രാഹ്മണ്യത്തിന്റെ ആളുകളാണ്. പക്ഷെ ജനങ്ങൾ ചിന്തിക്കുന്നില്ല, ഒപ്പമുള്ളവർ ചിന്തിക്കുന്നില്ല. ഇവരെ ആദർശപരമായി നഷ്ടപ്പെടുത്താൻ സഹായിക്കുന്ന ആളുകളാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് എന്നതുപോലെ ന്യൂനപക്ഷ ബ്രാഹ്മണ്യ മേധാവിത്വമുള്ള വഹാബി സലഫി ആശയമുള്ളവരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് അവരെ വിജയിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന സുന്നികളെ ചൂഷണം ചെയ്യുന്ന ലീഗിന്റെ അതേ സമീപനം തന്നെയാണ് ഈ നടേശൻ അദ്ദേഹത്തിന്റെ സംഘത്തിനെ കൊണ്ട് അണികൾ അറിയാതെ അല്ലെങ്കിൽ അണികൾ ചിന്തിക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ മുസ്ലിങ്ങൾ ബോധവാന്മാരാകണം എന്നതുപോലെ ഈഴവരും ബോധവാന്മാരാകണം അവരെ പാർട്ടിയെ അങ്ങനെ ചെന്നെത്തിക്കുന്നതിൽ എന്നാണ് നമുക്ക് ഉണർത്താനുള്ളത്. മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ അക്രമം നടന്നപ്പോൾ ഇവർക്ക് വേജാറില്ല, ഈ ക്രിസംഖികൾക്കൊന്നും വേജാറില്ല. അതൊക്കെ ഗോത്ര സംഘടനമാണ് എന്നാണ് ഇവിടുത്തെ ക്രിസംഖികൾ പറഞ്ഞത്. അവർക്കും അവരുടേതായ കാര്യം നേടാൻ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ സമുദായത്തിന്റെ രക്ഷയോ നമ്മുടെ അണികൾ മറ്റ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ആക്രമിക്കപ്പെടുന്നതിനെ പ്രതിരോധിക്കാനോ അവർക്ക് താല്പര്യമില്ല. അതുപോലെ ഇന്ന് ഒറീസയുടെ മുഖ്യമന്ത്രിയായി വന്നിട്ടുള്ള ആള് ക്രിസ്ത്യൻ മിഷനറി ആയിരുന്ന ഗ്രഹാം സ്റ്റൈലിനെ കൊന്ന ആളുകളെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് ധർണയിരുന്നയാളാണ് മുഖ്യമന്ത്രി. അതിനെതിരെയും ഇടതുപക്ഷം ഇവിടെ ശബ്ദിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സ്വന്തം സമുദായത്തിലെ അണികളെ കൊന്നൊടുക്കിയവർക്ക് എല്ലാ നിലക്കും പാൽപായസം ഉണ്ടാക്കി അവരെ സൽക്കരിക്കുന്ന ഈ പണി ഈഴവന്മാരും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിൽ നിന്ന് ചിന്തിക്കുന്നവരും ഒഴിവാക്കണം, അവസാനിപ്പിക്കണം എന്നാണ് നമുക്ക് ഉണർത്താനുള്ളത്. മുസ്ലിങ്ങൾ അനധികൃതമായി ഒന്നും നേടിയിട്ടില്ല, വേണ്ടതൊന്നും കിട്ടിയിട്ടുമില്ല. പക്ഷെ അത് പറഞ്ഞ് ശബ്ദമുണ്ടാക്കിയാൽ അഞ്ചാം മന്ത്രിക്ക് വേണ്ടി വാദിച്ച് ആകെ രംഗം വഷളാക്കിയതുപോലെയുള്ള പല ഘടകങ്ങളുണ്ടാകും. മറ്റുള്ളവർക്കൊക്കെ അവർക്ക് ജാതി പറഞ്ഞ് മന്ത്രിസ്ഥാനം MLA സ്ഥാനം നേടാം. മുസ്ലിങ്ങൾക്ക് അർഹമായ അഞ്ചാം മന്ത്രി മുസ്ലിങ്ങൾക്ക് അർഹമായത് തന്നെയാണല്ലോ. ലീഗാണ് ചോദിച്ചതെങ്കിലും അർഹമായത് അവർക്ക് അവരുടേതായ പ്രാതിനിധ്യത്തിനനുസരിച്ച് 22 മന്ത്രിമാരുണ്ടെങ്കിൽ 1/3 എന്ന നിലയ്ക്ക് അവർക്ക് ചോദിക്കാൻ അർഹതയുണ്ട്. ആ 1/3 ഒരു കാലത്തും കിട്ടിയിട്ടില്ല, അതിന്റെ പകുതിയും കിട്ടിയിട്ടില്ല. അപ്പൊ 4 മന്ത്രിമാരുള്ളതൊന്ന് 5 ആക്കണമെന്ന് വാദിച്ചപ്പോഴേക്കും ഇങ്ങനത്തെ വർഗീയവാദികൾ ക്രിസ്ത്യാനികളടക്കം ചടകുടഞ്ഞെഴുന്നേറ്റ് ഇവിടെ മുസ്ലിം രാജ്യമാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. ഇങ്ങനെയുള്ള ഈ കള്ളക്കഥകൾ പൊളിച്ചെടുക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. വസ്തുതയായി വിലയിരുത്തി മതേതരത്വത്തെ കളങ്കപ്പെടുത്തുന്ന ഇത്തരം വർഗീയവാദികളുടെ വിഷം തുപ്പുന്ന പ്രസ്താവനകളെ എല്ലാവരും അകറ്റണമെന്നും അവഗണിക്കണമെന്നുമാണ് നമുക്ക് മതേതര വിശ്വാസികൾ എന്ന നിലക്ക് ഇവിടെ പറയാനുള്ളത്.